ഈ രാത്രി ഒരിക്കലും കുട്ടിക്ക് മൊബൈൽ കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. 7 മണി കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ +2 വരെയുള്ള കുട്ടിക്ക് 7 മണി കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കരുത്. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടിയുണ്ട്, ഞാൻ വലിയ കുട്ടിയായി 18 എന്നൊക്കെ പറഞ്ഞ കുട്ടി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, 9 മണിക്ക് ആ കുട്ടീനെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങണം. ഓക്കെ, രാത്രി ഒരിക്കലും അലാറം വെക്കാൻ പോലും മൊബൈൽ ഫോൺ കൊടുക്കരുത്. കൊടുത്താലുള്ള കുഴപ്പം എന്താ? ഈ ഫോണിൽ കുട്ടിയിരിക്കും. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് 3 പ്രശ്നമാണ്. 1, തലച്ചോറിനകത്തെ ഹോർമോണുകൾ മാറും. 2, കാഴ്ചപ്പാടുകൾ മാറും. 3, വലിയ പ്രശ്നങ്ങളിലേക്ക് കുട്ടിയാക്കപ്പെട്ടു പോകും. ഇപ്പൊ ആൺകുട്ടി മൊബൈലിൽ ചെയ്യണ എന്താ? നിങ്ങള് ഇപ്പൊ നമ്മളെ പഴയ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ വേണ്ടാത്ത വീഡിയോ കാണും, ഇപ്പൊ അത്ര ഇല്ല. ഇപ്പൊ ആൺകുട്ടി എന്താ ചെയ്യണമെന്ന് അറിയോ? ബിസിനസ്സാ, ക്രിപ്റ്റോ കറൻസി ബിസിനസ്. എത്ര കുട്ടികളാ ചെയ്യണ സ്കൂളിൽ പഠിക്കുന്നത്? നിങ്ങൾ ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടോ? കേട്ടവരെന്ന് കൈവക്കി. ശരി, എന്താ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ? IT-ക്കാർ കൈവക്കല്ലേ? എന്താ ക്രിപ്റ്റോ കറൻസി? നമുക്കറിയില്ല അല്ലേ? എത്ര കുട്ടികളുടെ അറിയോ ബിസിനസ് നടത്തുന്നത്? ക്രിപ്റ്റോ കറൻസി വാങ്ങി ആ ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ അതിന്റെ പിന്നെ ഇത് നടക്കുന്നത്, ട്രേഡിങ് നടക്കുന്നത്. അപ്പൊ കുട്ടിയൊന്നും ചെയ്യണ്ട, നിങ്ങൾ കുറച്ച് ക്രിപ്റ്റോ കറൻസി വാങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ട്രേഡിങ് നടത്തുന്ന സാധ്യത നിക്ഷേപിച്ചാൽ മതി. അപ്പൊ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂപ്പര ബുദ്ധി ഉപയോഗിച്ച് ട്രേഡിങ് ഇങ്ങനെ നടത്തും. എന്നിട്ടോ ആ കുട്ടിക്ക് ഡെയിലി വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്, മാസത്തിൽ വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്, 10,000-ഉം 5,000-ഉം 15,000 വരുമാനം കിട്ടുന്ന കുട്ടിയുണ്ട്. ഇട്ട പൈസ അവിടെ തന്നെ ഉണ്ടാവും. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അത് വെർച്വൽ കറൻസിയാണ്. കയ്യിൽ കിട്ടൂല, പക്ഷെ ആ കറൻസിയുടെ ട്രേഡിംഗ്. കുട്ടി എന്താ ചെയ്യണത്? ട്രേഡിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ നഷ്ടം വരും. നഷ്ടം വരുമ്പോഴോ അത് നികത്താൻ കുട്ടി ചെയ്യുന്ന വഴി എന്താ? ഉപ്പാന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഈ പൈസ മോഷ്ടിക്കും. 4.5 ലക്ഷം രൂപ മൂത്താപ്പ വീട് വിറ്റ് കൊണ്ടുവച്ച പൈസ 4.5 ലക്ഷം അളമാറ തുറന്ന് അതിൽ നിന്ന് എടുത്ത് ആ കുട്ടിനെ കണ്ടിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ ബിസിനസ് നടത്തി പൊളിഞ്ഞപ്പോ അത് നികത്താൻ അവൻ കണ്ടെത്തിയ വഴിയാണ്. എന്നിട്ടോ ഈ പൈസ പോയി എന്നറിഞ്ഞ് ഇത് തെരയാൻ മുന്നിലുള്ളതാരാ? എടുത്തവനാ. ഇവനാ മുന്നില്. അവിടെ തരും മുത്താപ്പ, ഇവിടെ നോക്കും മുത്താപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസ് വന്നു. ആരടുത്തെന്ന് പറയണല്ലോ, പോലീസ് ഇവന്റെ ഈ ഓവർ സ്മാർട്ട്നെസ് കണ്ടപ്പോ SI ഓനെ കൂട്ടി കൊണ്ടിട്ട് പറഞ്ഞു ഇവിടെ ചോദിച്ചിട്ടെ. അപ്പൊ എല്ലാവരും കിട്ടി. ഇവനടുത്തത് കണ്ടോ? ഈ ചെറുക്കൻ ഇപ്പൊ തറവാട്ടിനകത്തേക്ക് കേറുമ്പോ ഓന്റെ ഉമ്മാമ പറയും, അളമാറ പൂട്ടിക്കോ, കള്ളം വരും. ഇനി എപ്പോഴാ ഈ പേര് നന്നാവുക? അപ്പൊ ഈ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. ആൺകുട്ടി ഇതിൽ ബിസിനസ് ചെയ്യാണ്. എന്തൊക്കെ തരം ബിസിനസ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ആൺകുട്ടികളുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ഡിസ്കഷൻ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ആണ്. പണ്ട് നമ്മളെ ആൺകുട്ടികളൊക്കെ വല്ല ഈ കാറ്ററിംഗുകാരെ കൂടെ പാത്രം കേൾക്കാനൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കിനി. അപ്പൊ ആ കുട്ടിയൊക്കെ ഒന്നും കഴിയില്ല. അപ്പൊ ക്രിപ്റ്റോ കറൻസി ബിസിനസ് കൈ നനയാതെ മീൻ പിടിക്കാൻ. എന്നിട്ട് അവൻ പറഞ്ഞ എന്താ? 10 വേണ്ട, +2 ഒന്നും വേണ്ട, ഞാൻ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ജീവിച്ചോളാം. നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഈ കുട്ടി രാത്രി നിങ്ങൾ ഫോൺ കൊടുത്താൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി പോകും. വൃത്തികേടുകൾ കാണും. പെൺകുട്ടിക്ക് കൊടുത്താലോ എന്ത് പരതിയാലും കിട്ടും മൊബൈൽ ഫോണിനകത്ത്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുക അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് എല്ലാവരും മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന വീടായിട്ട് മാറരുത്. ഇതില്ലാതെ ജീവിക്കാൻ പറ്റുന്ന നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോഴോ കുട്ടി സ്വാഭാവികമായിട്ടും രസം. ഒരു പന്തെടുത്ത് നോക്കി നിങ്ങൾ, ഒരു ബാപ്പ വീട്ടിൽ വരിക, എന്നിട്ടോ ഒരു പന്തെടുത്ത് മുറ്റത്ത് വെക്കുക, എന്നിട്ട് ആ പന്താ പ്രശ്നം മുറ്റൂല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. രാത്രി 7 മണിക്ക് ശേഷം +2 വരെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. വാങ്ങി വെക്കണം. കയ്യിലുണ്ടോ നിങ്ങൾ കൊടുത്തണോ? ഫോണിങ് വാങ്ങിക്കോ, ഓഫാക്കി വെക്കണം. രാവിലെ 7 മണി വരെ അവസ്ഥ കൊടുത്തിട്ടില്ലെങ്കിൽ ഫോണിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഫോണ് ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് നോക്കണം. വാതിലും ജനലും ഒക്കെ കുറ്റിയിട്ട് പൂട്ടി താക്കോലും കൊണ്ട് ഉമ്മ കടന്നാലും വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇൻസ്റ്റഗ്രാമിന്റെ വാതിൽ കൂടി ആൾക്കാരകത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ മൊബൈലും ലഹരിയും ഒക്കെ പ്രശ്നമായി മാറും. സ്ത്രീകളെ ചോദിച്ചോളൂ.
ചെറിയ കുട്ടികളിലുള്ള അമിതമായ ദേഷ്യം, അത് ഈവൻ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എൻക്വയറി ചെയ്താൽ തന്നെ ഭയങ്കര ദേഷ്യമാണ്. അതെങ്ങനെ കൺട്രോൾ ചെയ്യുക? ടീനേജേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലോണം ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയ കുട്ടികളിലെ അത് നല്ല കാണുമ്പോൾ അതെങ്ങനെയാണ് ആസ് എ പാരന്റ് എന്നുള്ള നിലക്ക് കൺട്രോൾ ചെയ്യുക? നിലവിൽ ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത ഈ ദേഷ്യം, നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലാണ്. ഇമോഷൻസ് രണ്ടെണ്ണം, പോസിറ്റീവ് നെഗറ്റീവ്, അത് വളരെ കൂടുതലാണ്. ഈ ദേഷ്യം, കുട്ടിയിൽ ദേഷ്യം ഉണ്ടാക്കാൻ പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം പാരമ്പര്യമാണ്. അതുണ്ടോ നോക്കണം. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. ബാപ്പ ദേഷ്യമുള്ള ബാപ്പയാണോ, ഉമ്മ ദേഷ്യമുള്ള ഉമ്മയാണോ, സ്വാഭാവികമായിട്ടും കുട്ടിക്ക് കിട്ടും. നമ്മുടെ കുട്ടിക്ക് അയൽ വീട്ടിലെ ആളുടെ സ്വഭാവം കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സ്വഭാവം കിട്ടും. അപ്പൊ ബാപ്പക്ക് ദേഷ്യമുള്ള ബാപ്പയാണോ, ബാപ്പാന്റെ വീട്ടിലെ ദേഷ്യമുള്ള ബാപ്പയാണോ, നമ്മൾ ചിലപ്പോൾ വല്യപ്പ എമ്മാതിരി ദേഷ്യ, അത് വല്യപ്പാന്റെ അടുത്ത് മാത്രം നിൽക്കൂല ആ ദേഷ്യം. ആ ദേഷ്യം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്കും വരും. അപ്പൊ ഒരു സാധനം ഈ പാരമ്പര്യം ഉണ്ടോ എന്ന് പരിശോധിക്കല. രണ്ടാമത്തെ, ഈ ദേഷ്യം വരാനുള്ള കാരണം തലച്ചോറിനകത്തെ അഡ്രിനാലിൻ പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിലെ ഹോർമോണുകളും തലച്ചോറിനകത്ത് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഗാമ തുടങ്ങിയ ഹോർമോണുകളൊക്കെ ചേർന്നതാണ് കുട്ടിയുടെ ദേഷ്യം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച 3 പ്രശ്നം ഉണ്ടാവും. അതിൽ ഒരു പ്രശ്നം പറഞ്ഞത് എന്താ? തലച്ചോറിനകത്തെ ഹോർമോണുകളിൽ മാറ്റം ഉണ്ടാകുന്നു. ഈ ഹോർമോൺ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം എന്ന വികാരം കൂടും. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റുകളെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ വെർച്വലായിട്ട് കുട്ടി ഇങ്ങനെ ഈ സാധനത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഇത് കുട്ടിയിൽ തലച്ചോറിനകത്ത് ഹോർമോൺ കൂടുമ്പോൾ ദേഷ്യം കൂട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, ഇതൊന്നുമില്ലെങ്കിലും അപസ്മാരം പോലെയുള്ള ചില രോഗങ്ങളുള്ള കുട്ടികൾ, അവരുടെ ന്യൂറോ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന തകരാറ് കുട്ടിയെ ദേഷ്യക്കാരനായി മാറ്റും. ഇനി നാലാമത്തെ പ്രശ്നം, വീട്ടിനകത്ത് ഈ കുട്ടിക്ക് നാം കൊടുക്കുന്ന കെയറിങ്ങിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ കുട്ടിയെ ദേഷ്യക്കാരനാക്കി മാറ്റും. ഇതിലെന്താണുള്ളത് എന്ന് ഈ കുട്ടിയോട് കൂടി സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ചെറിയ കുട്ടി, ഉമ്മ രണ്ടാമത് പ്രസവിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് ദേഷ്യം വരും. കാരണം എന്താ? ആ കുട്ടിയുടെ കെയറിങ് കുറഞ്ഞു, സ്വാഭാവികമായിട്ട് കുറയും. കാരണം പ്രസവം, ഗർഭം ഒരു 8 മാസം കഴിയുമ്പോഴേക്കും ഉമ്മ അവശയാവും. ഉമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മൂവ് ചെയ്യാൻ കഴിയില്ല, കുട്ടീനെ നോക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പ്രസവിച്ച് ഒറ്റ കിടത്താം, പിന്നെ ഉമ്മക്ക് മൈൻഡ് ചെയ്യാൻ കഴിയില്ല, മറ്റേ കുട്ടീനെ നോക്കണം. അപ്പൊ ഈ കുട്ടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിട്ട് 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 പോകും. ഇത് കുട്ടിയിൽ ദേഷ്യം ഉണ്ടാകും. അപ്പൊ എന്താണ് ദേഷ്യത്തിന്റെ ഘടകം എന്ന് ധാരാളം ഘടകങ്ങൾ, ആ ഘടകത്തിൽ നിന്ന് കണ്ടെത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അപ്പൊ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോവുകയും ഈ കുടുംബത്തിനെയും കുട്ടിയുടെയും കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പൊതുവെ ദേഷ്യം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ.